ഈ കാണുന്നതാണ് നമ്മുടെ കിയ സൊറൻറ്റോ. ഇതിൻ്റെ മുമ്പിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെയാണ്. ഏകദേശം 2 ബാരറ്റിലുള്ള ഹെഡ്ലൈറ്റാണ്. ഇത് ലോ ബീം, ഇത് ഹൈ ബീം, അങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഉണ്ട്. ഇത് LED ആണെന്ന് തോന്നുന്നു. രാത്രിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ, പിന്നെ സൈഡ് റിഫ്ലക്ടർ. ഇങ്ങനെയാണ് ഇതിൻ്റെ മുമ്പ് വശത്തെ ലുക്ക്. ഞാനൊരു ടയറൊന്നും മാറ്റിയിട്ടതാണ്. 19 അല്ല, 17 ഇഞ്ച് ടയർ. ഈ 235, 65, 17 ഇഞ്ച് ടയറാണ്. മെയ്ഡ് ഇൻ ബ്രസീൽ. ഇത് ഒറിജിനൽ ടയറല്ല, കാറിൻ്റെ കൂടെ കിട്ടിയ ടയറല്ല അത്. ഞാനിത് ഒന്ന് മാറ്റിയിട്ടായിരുന്നു. അതായത് 2ാമത്തെ സെറ്റ് ടയറാണിത്. ആദ്യത്തെ സെറ്റ് ടയർ കുംഹോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആയിരുന്നു. ഫാക്ടറിയിൽ നിന്ന് വന്ന ടയർ കുംഹോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആയിരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല നീട്ടമുണ്ട്. ഈ കാറിന് നല്ല നീട്ടമുണ്ട്. അതാണ് ഈ കാറിൻ്റെ ഒരു പ്രത്യേകത. നീട്ടമുള്ളത് കൊണ്ട് ഓടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ക്രോമല്ല, സ്റ്റീൽ ഫിനിഷുള്ള ഡോറാണ്. ഡോറ് തുറന്ന് ഇവിടെ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ. പിന്നെ പിയാനോ ബ്ലാക്ക് സൈഡ്, ഇവിടെ നല്ല തിളക്കമുള്ള ബ്ലാക്ക് പ്ലാസ്റ്റിക്. പിന്നെ ഇവിടെ നല്ല തിളക്കമുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് റാങ്ക്ഡ് ബ്രാൻഡ് ഇൻ ദ ഇനിഷ്യൽ ക്വാളിറ്റി 4 years in a row അങ്ങനെ എഴുതിയിട്ടുണ്ട്. മാസ് മാർക്കറ്റ് 2018 ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കിയ. പിന്നെ ഇത് കിയ റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ നമ്പറാണ്. ഇത് കാറ് വരുന്നത് 5 വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസോട് കൂടിയാണ്. ബാക്ക് വശത്തു നിന്നുള്ള വ്യൂ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സൊറൻറ്റോ എന്നൊരു ബാഡ്ജുണ്ട്. പിന്നെ ഇത് ടെയിൽ ലാമ്പിൻ്റെ അകത്ത് ഇതെല്ലാം എനിക്ക് തോന്നുന്ന ഇൻകാൻഡസെൻ്റ്, ഒന്നും LED അല്ല, എല്ലാം സാധാരണ ടൈപ്പാണ്. പിന്നെ ഈ ഗ്ലാസ് ഇവിടെയൊക്കെ കണ്ട ഒരു ടിൻഡറാണ്, കുറച്ച് ടിൻഡറാണ് ഈ രണ്ടും. പിന്നെ ഇത് ടിൻഡഡ് അല്ല. പിന്നെ ഇവിടെ റിഫ്ലക്ടർ കാണാം. റിഫ്ലക്ടർ. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബാക്ക് വശം, ഇവിടെ അടിവശം പ്ലാസ്റ്റിക് ബമ്പർ. പിന്നെ ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഗ്ലാസ്സാണ്. അപ്പോൾ പുറകിൽ നിന്ന് അങ്ങനെ ഒരു പ്രൈവസിയുടെ സംഗതിയുണ്ട്. പുറകിൽ നിന്ന് പ്രൈവസി കിട്ടും കുറേയൊക്കെ. ഇത് LX എന്ന് പറഞ്ഞ മോഡലാണ്. പവർ ലിഫ്റ്റ് ഗേറ്റ് വരുന്നില്ല, പവറല്ല. അപ്പോൾ ഇതേപോലത്തെ 2 സ്ട്രട്ട് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് ലീക്കായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഓയിലൊക്കെ കുറേ ലീക്കായിട്ടുണ്ട്. ഇത്ര നാൾ ഉപയോഗിച്ചതാണ്. 2019 വാങ്ങിച്ചതാണ്. 2019 വാങ്ങിച്ചിട്ട് ഇന്ന് ഞാനിപ്പോൾ 2025 ഇപ്പോൾ 2019 ഇപ്പോൾ 6 വർഷം ഉപയോഗിച്ചു. 6 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതും ഒരു കാർപ്പറ്റഡ് തരുന്നതാണ്. ഇത് എക്സ്ട്രാ സാധനമാണ്. ഇത് കാറിൻ്റെ കൂടെ എക്സ്ട്രാ വന്നതാണ്. ഇങ്ങനെയാണ് ഈ സീറ്റ്. ഈ 2 സീറ്റ് കൂടെ ഉണ്ട്, 3 റോ ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇങ്ങനെ ഈ സീറ്റ് പൊക്കി വയ്ക്കുക. ഈ ആൾക്കാരൊക്കെ ഇരുന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. യൂബർ ഓടിക്കുമ്പോഴൊക്കെ വലിയ ആൾക്കാരൊക്കെ ഇരുന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, പക്ഷേ അതിൽ കൂടെ ഇറങ്ങാനാണ് പാട്. ഈ 2ാമത്തെ നേരെ കഴിഞ്ഞിട്ട് ഇറങ്ങാനാണ് കുറേയൊക്കെ പാട്. പക്ഷേ ഇതാണ് ഇങ്ങനെ അത്രയും സ്പേസ് ഉണ്ട്. ഇത് സീറ്റ് മടക്കി വെക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ സീറ്റ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലമുള്ളൂ. പിന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് റോഡിൽ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ്. ജമ്പർ കേബിള്, പവർ ബാറ്ററിയാണ്. ഇപ്പോൾ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാൻ പറ്റും കാറ്. പിന്നെ ടയർ പ്രഷറിൻ്റെ സാധനം, ടയറിൻ്റെ കാറ്റടിക്കുന്നത്. പിന്നെ കുറച്ച് ടൂൾസ്, പിന്നെ ടയർ റിപ്പയർ ചെയ്യാനുള്ള സാധനം, അതൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ. അതൊക്കെ ഇടാനായിട്ട്
സീറ്റ് മടക്കണമെങ്കിൽ ഇതിനകത്തേക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് മടങ്ങിപ്പോവും. പിന്നെ എന്നിട്ട് ഇങ്ങനെ അങ്ങ് തള്ളി അങ്ങ് വിട്ടാൽ മതി, പടഞ്ഞു പൊക്കോളൂ. ഇതിൻ്റെ സീറ്റ് ഇതുപോലെ തന്നെ വലിച്ച് കഴിയുമ്പോൾ മേലത്തെ വശം മടങ്ങും, പിന്നെ അങ്ങ് വിട്ടാൽ മതി. സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ കുറേ ലഗേജൊക്കെ വെച്ച് പോകാൻ പറ്റിയ കാറാണ്. ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ മാറ്റാനുള്ള പറ്റിയൊരു കാറായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്, ഉണ്ടല്ലേ? ഇതൊക്കെ LED ഒന്നും അല്ല, സാധാരണ ബൾബായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ ഓഫാക്കി വയ്ക്കാം, പിന്നെ ഡോർ തുറക്കുമ്പോൾ മാത്രം വയ്ക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ഈ സീറ്റ് മുമ്പിലത്തെ ഈ റോ മറക്കണമെങ്കിൽ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ തട്ടതൊക്കെ മടങ്ങിപ്പോയിക്കോളും. അവിടെ എന്തോ കാരണം കൊണ്ട് തട്ടിപ്പോയതാണെന്ന് തോന്നണം. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിനകത്ത് പിടിച്ച് വലിക്കുക, കണ്ടോ തന്നെ മടങ്ങി. അവിടെ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സീറ്റ് ഇങ്ങനെ വെച്ചേക്കുക, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വീണ് പോയേനെ സീറ്റ്. ഈ രണ്ടാമത്തെ നിരയിലെ സീറ്റ്. പക്ഷേ ഇവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു എയർ ഫിൽറ്ററൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, കുപ്പിയൊക്കെ. ഇതുണ്ട്, മടങ്ങിപ്പോകും. ഇത്രയും സ്ഥലമുണ്ട് ഇതിൻ്റെ അകത്ത്. മടക്കി വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പറ്റിയ തരത്തിലുള്ള കാറാണിത്. ഇതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാർപ്പറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത്രയും നാളും ആൾക്കാരുടെ ലഗേജും സാധനങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ട് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. നോക്കി ചിലപ്പോഴൊക്കെ സീറ്റൊക്കെ മടക്കി വെച്ചിട്ടൊക്കെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ ചിലവരുടെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പല സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കാർപ്പറ്റിൻ്റെ ഫിനിഷിനൊന്നും നല്ല ക്വാളിറ്റി ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് സീറ്റ് നേരെയാക്കണമെങ്കിൽ ഇവിടെ പിടിക്കുക, ഇവിടെ പിടിച്ചിട്ട് കണ്ടോ ഇങ്ങനെയുണ്ട് സീറ്റ്. ഈ സീറ്റ് വേറൊരു ഇത് കൂടെയുണ്ട്. ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മടക്കാം. അതായത് 60-40 തരത്തിലല്ല, 40-10 അങ്ങനെ ഏതാണ്ട് രീതിയിൽ മടക്കാം. അപ്പോൾ ഈ സീറ്റിൽ ഒരാൾക്ക് മാത്രം ഈ സീറ്റിൽ ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ അത് ഇരിക്കാം, ഇതിങ്ങനെ മടക്കി വയ്ക്കാം എന്നേ ഉള്ളൂ. അതിനൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഈ സ്വിച്ചില്ലേ, ഈ സ്വിച്ചിൽ ഞെക്കിയാൽ മതി.